ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം. 20 വർഷം മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു ചാനൽ. ആ ചാനൽ വെറുതെ ഒരു റേറ്റിംഗ് ഗെയിമിലല്ല നിലകൊണ്ടത്. ഏറ്റവും പുതുമയുള്ള ഷോകൾ മലയാളികളിലേക്ക് ആദ്യമായി എത്തിച്ച ചാനൽ എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും അമൃത ടിവിക്ക്. അമൃത ടെലിവിഷൻ അങ്ങനെ മറ്റൊരു ഏട് നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുകയാണ്. 491 മില്യൺ. അത് ലോകത്തെ കണക്കല്ല, ഇന്ത്യയിൽ നിന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കണക്കാണ്. 491 മില്യൺ. അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇനി ലോകമെമ്പാട് നോക്കുമ്പോൾ ലോകത്തിന്റെ ഏതാണ്ട് പകുതിയിലേറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് മാറ്റി നിർത്തി എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരെ അംഗീകരിച്ച് മുന്നോട്ട് കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ് അമൃത ടെലിവിഷന്റെയും തീരുമാനം. അങ്ങനെ 20 കാറ്റഗറികളിലായിട്ട് നമ്മൾ ഇന്ന് അവാർഡുകൾ നൽകുകയാണ്. നമുക്ക് ഈ എമേർജിംഗ് ആയിട്ടുള്ള മീഡിയ, അതിന്റെ ട്രാൻസ്ഫോർമേഷൻ, അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം കൊടുത്ത് നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കാം. എ കോൺക്ലേവ് ടു ഡിസ്കസ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എമേർജിംഗ് മീഡിയ. അതിന് നേതൃത്വം നൽകാനായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഓഫ് അമൃത ന്യൂസ്, ലെറ്റ് മീ വെൽക്കം എം കൃഷ്ണകുമാർ. അപ്പോൾ ഈ 20 വർഷക്കാലം പിന്നിടുന്ന ഈ വേളയിൽ ജനോപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാൻ അമൃത മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ എന്താണ് വേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട ആലോചന വന്നപ്പോൾ നമ്മുടെ എമർജിംഗ് മീഡിയ, ആ മീഡിയ ശരിയായ രീതിയിൽ തന്നെയാണോ ഉപയോഗിക്കപ്പെടുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് പലപ്പോഴും അമൃത ടി വിയുടെ ഒരു കൃത്യമായ ഒരു നിലപാടെന്ന് പറയുന്നത്, ഇതിന് ഒരു നിയന്ത്രണം ഉണ്ടാവണം, എന്നാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയന്ത്രണവുമാകരുത്. ആ നിയന്ത്രണത്തിലേക്ക് എത്താനായിട്ട് ഒരു കൃത്യമായ ഒരു ട്രെയിനിങ് ആവശ്യമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഘട്ടത്തിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ല. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആ മാറ്റത്തിനനുസരിച്ച് നിലവാരമുള്ള കാര്യങ്ങൾ, നിലവാരമുള്ള കോണ്ടന്റ് പ്രൊവൈഡേഴ്സായിട്ട് വരുന്നവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്, റീച്ചിന് വേണ്ടി എന്തും കാണിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുക. അങ്ങനെ ഒരു വലിയ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഡിജിറ്റൽ അവാർഡ് കൊടുക്കാൻ പോകുന്നത്. ആ ഡിജിറ്റൽ അവാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്ന, ഈ അവാർഡ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നവരെല്ലാം ആ രീതിയിൽ ഉന്നത നിലവാരം ഈ മീഡിയയിൽ പുലർത്തിയവരാണ്. അതൊരു ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ കോൺക്ലേവ്. ആ കോൺക്ലേവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട SKN ശ്രീണ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഓഫ് കോഴ്സ് ശ്വേത മേനൻ, ധ്യാൻ ശ്രീനിവാസൻ, ആൻഡ് അക്നോളജ് ചെയ്യേണ്ട ഇപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിനെ ഗൗരി, വെൽക്കം. നമസ്കാരം. 20 വർഷം പൂർത്തിയാക്കുന്ന അമൃത ടെലിവിഷൻ ആഘോഷങ്ങൾക്കപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യത്തിൽ അമൃത മാനേജ്മെന്റ് ഒരു ധാരണയിലെത്തിയിരുന്നു. അങ്ങനെ നടത്തുന്ന വിവിധമായ പരിപാടികളുടെ തുടർച്ചയാണ് ഈ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ അവാർഡ് നൽകണം എന്നുള്ള തീരുമാനം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ എമർജിംഗ് മീഡിയ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ പല കാരണങ്ങളാൽ വിഷലിപ്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ചില ഘട്ടങ്ങളിലേക്ക് അത് വല്ലാതെ അതിരുവിടുന്നൊരു സാഹചര്യമുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടവരുടെ കയ്യിലേക്കാണോ അത് എത്തിയത് എന്നുള്ള ഉത്കണ്ഠാജനകമായ ചോദ്യങ്ങൾ നമ്മളിൽ പലരും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമായി ഈ മാധ്യമത്തെ സമീപിക്കുകയും വളരെ നിലവാരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും, അതായത് വളരെ നിലവാരമുള്ള കോണ്ടന്റ് പ്രൊവൈഡേഴ്സായി മാറുകയും ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം അമൃത മാനേജ്മെന്റ് കൈക്കൊണ്ടതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഡിജിറ്റൽ അവാർഡ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു വളരെ ഗൗരവമുള്ള ഒരു ചർച്ച, ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു ചർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചർച്ച നമ്മൾ തുടങ്ങി വയ്ക്കുന്നത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകം കടമെടുത്തുകൊണ്ടാണ്. സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ അത് അങ്ങേയറ്റം ഗുണകരമാകുന്ന ഒന്നും, തീർത്തും പ്രാകൃതമായ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങേയറ്റം അപകടകരമാകുന്ന ഒരു വസ്തുതയുമാണ് എന്നുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹത്തിൻ്റെ ആ വാചകം കടമെടുത്തുകൊണ്ട് ശ്രീകണ്ഠ സാറിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ തുടങ്ങുകയാണ്. റേഡിയോയിൽ തുടങ്ങി, അതിനുശേഷം ടെലിവിഷൻ, ഈ ഡിജിറ്റൽ മീഡിയ ഉൾപ്പെടെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഈ മാറ്റം, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ നിന്ന്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ ഡിജിറ്റൽ സാധ്യതകളെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. ഒരുപാട് സാങ്കേതിക ജ്ഞാനമൊന്നും ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞാനിങ്ങനെ ഒരുപാട് സാങ്കേതിക വിദഗ്ധരുമായി സംസാരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. പ്രത്യേകിച്ച് AI വിദഗ്ധന്മാരെ കുറേ ആൾക്കാരുമായിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ 20 മാസക്കാലം കോവിഡ് കണ്ടവരാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്തിന് മുമ്പും പിൻപും എന്ന രീതിയിൽ ചരിത്രം മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ, പ്രത്യേകിച്ചും മീഡിയയിൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലൊരു 4.25 കോടി മൊബൈലുണ്ട്. 3.5 കോടി മനുഷ്യരേ ഉള്ളെങ്കിലും ഒരു വീട്ടിൽ 2-3 മൊബൈൽ ഓരോ ആളിനും ഉണ്ട്. അപ്പോൾ ഈ 4.25 കോടി മൊബൈൽ ഫോണിൽ കുട്ടികൾക്ക് ആവശ്യം വന്നപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്ത് അവർക്ക് പഠിക്കാനും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ മൊബൈൽ വാങ്ങിക്കൊടുത്തു. സ്മാർട്ട് ഫോൺ അവരുടെ കിട്ടി. വിദേശ നാടുകളിലൊക്കെ ആവശ്യമില്ലാത്ത കേന്ദ്രങ്ങൾ, ഈ പോണോ സൈറ്റുകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പൂട്ടിക്കൊടുത്തപ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് തുറന്നു കൊടുത്തവരാണ്. അപ്പോൾ ഈ കുട്ടി 16-18 മണിക്കൂറൊക്കെ മുറിക്കുള്ളിൽ കയറിയിരിക്കുന്ന സമയത്ത് അവൻ ഹാർഡ് വർക്ക് ചെയ്യാണ്, പഠിക്കുകയാണ് എന്നൊക്കെ കരുതി ഇപ്പുറത്തിരുന്ന മാതാപിതാക്കൾ കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചറിയുന്നു അവന് ഒരുപാട് സാധ്യതകളിലേക്ക് പോവാണ്. മാത്രമല്ല വളരെ മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള പരിപാടികൾക്ക് വലിയ സാധ്യതയുണ്ട്. ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് ഒമ്മനെ പേരിട്ട് വിളിക്കുന്ന പരിപാടികൾക്ക് സാധ്യതയുണ്ടെന്ന് തെളിഞ്ഞു. ഞാനൊക്കെ ഈ ടെലിവിഷനിലേക്ക് വരുന്ന സമയത്ത്, ടെലിവിഷനൊക്കെ കേരളത്തിലെ സ്വകാര്യ ചാനലുകളുടെ സംപ്രേഷണത്തിൻ്റെ ആദ്യ കാലമാണ് ഞാനീ പറയുന്നത്. ആ കാലത്ത് ഒരു 90കളുടെ തുടക്കത്തിലൊക്കെ ഇത് സംഭവിക്കുമ്പോൾ മിനി സ്ക്രീൻ എന്ന് പറഞ്ഞായിരുന്നു ടെലിവിഷനെക്കുറിച്ച് ആൾക്കാർ പറയുന്നത്. അന്ന് സിനിമയായിരുന്നു വലിയ സ്ക്രീൻ. ഇന്നിപ്പോൾ മിനി സ്ക്രീൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണായി മാറുകയും ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് ടെലിവിഷനാവുകയും ചെയ്തു. മാത്രമല്ല ഈ കാലത്ത് സംഭവിക്കുന്ന ഒരു സത്യം, എന്നെ ഇന്ന് രാവിലെ കണ്ടപ്പം തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു നല്ല വർത്തമാനം പറഞ്ഞു. അതേ എന്നോട് പറഞ്ഞു, ഒരു 6-7 കൊല്ലം കൊണ്ട് ടെലിവിഷനൊക്കെ പൂട്ടും, അതുകൊണ്ട് ഡിജിറ്റലൊക്കെ നോക്കിക്കോളാൻ പറഞ്ഞു. മാത്രമല്ല ഇദ്ദേഹം ഒരു വേറെ രീതിയിലൊരു അപകടകാരിയാണ്. ഇദ്ദേഹത്തിന് എതിരായിട്ട് ഒരു ടെലിവിഷൻ ചാനൽ സ്ക്രോൾ ചെയ്തു. സഫാരി TV പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഉടനെ തന്നെ ഞങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു കത്തയച്ചു കൊടുത്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ടായിരിക്കും കേരളത്തിലെ ഒരു ടെലിവിഷൻ സംരംഭകൻ അങ്ങോട്ട് ഒരു കേബിൾ നെറ്റ്വർക്കിനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. പുള്ളിയെ വിഷയം രക്ഷപ്പെട്ടില്ല, അവർ സ്വിച്ച് ഓഫ് ചെയ്തില്ല. എന്തോ ഒരു അപകടം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരതുകൊണ്ട് ഇപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യാതെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അപകടകാരിയാണ് ഇദ്ദേഹം. ഞാൻ പറഞ്ഞത് ഈ ഇദ്ദേഹം പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്. കാരണം നമ്മളിപ്പോൾ പല വീടുകളിലേക്ക് എത്തുന്ന സമയത്ത് ഈ ടെലിവിഷൻ കൂട്ടമായിരുന്ന് കാണുന്ന ഒരു ജനസഞ്ചയത്തെ ഇപ്പോൾ കാണാനില്ല. കാര്യം മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ വീട്ടിലിരിക്കുന്നത് മനുഷ്യനാണോ മൃഗമാണോ കാട്ടാന കയറിയിരിക്കുകയാണോ എന്ന് പോലും അറിയാതെ അവൻ്റെ മുറിക്കുള്ളിലേക്ക് പോകുന്നു, മുറി അടയുന്നു, അവൻ്റെ സ്വപ്ന ലോകത്ത് കഴിയുന്നു. ബാലഭാസ്കരന്മാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുന്നു. അപ്പോൾ ഇത് ശരിക്കും അവൻ ജനാലയിലൂടെ കാണാൻ നോക്കുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വളരെ ഔട്ട്ഡേറ്റഡ് ആണല്ലോ എന്ന് കരുതി അവൻ വീണ്ടും മൊബൈൽ ഫോണിലേക്ക് മടങ്ങുന്നു. ഇപ്പം നമുക്കൊരാളെ ഒരു കാര്യം കാണിക്കണമെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അതിൻ്റെ തംബ്നെയിൽ എഴുതുന്ന സമയത്ത് ഇവനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതണം. ഇപ്പം ഞാൻ തനിതരം പത്രമൊക്കെ വായിച്ചു തുടങ്ങുന്നത്. അപ്പം ഞാനും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തനിതരം പത്രം, കലാനിലയം കൃഷ്ണൻ നായരുടെ സർഗ്ഗസാധ്യതകൾ മുഴുവൻ കണ്ടറിഞ്ഞവരാണ് നമ്മൾ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 6 കോളം വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മടിക്ക് പിടിച്ചവൻ്റെ മാറത്ത് ചവിട്ടി എന്നാണ്. അത് മാത്രമല്ല അതേ സത്യസന്ധനുമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ മകൾ ഒളിച്ചോടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ പത്രത്തിൽ എൻ്റെ മകൾ ഒളിച്ചോടി എന്ന് വാർത്ത എഴുതിയ ആളാണ് അദ്ദേഹം സത്യസന്ധമായ പത്രം നടത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടൈറ്റിലിനേക്കാളും എത്രയോ അപകടകരമായ തംബ്നെയിലാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ ഈ തംബ്നെയിലൊക്കെ വായിച്ച് എന്തെങ്കിലും അതിനകത്ത് കാണുമെന്ന് വിചാരിച്ച് നമ്മൾ കയറും, അതിനകത്ത് അത് മാത്രം കാണത്തില്ല, ബാക്കിയെല്ലാം കാണും. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്കൊരു വാർത്താ ചാനൽ ഇരുന്നുകൊണ്ട് ഈ MIBയുടെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലിന് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാത്ത ഏത് വാർത്ത വേണമെങ്കിലും ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് കൃഷ്ണകുമാറിൻ്റെ അറിവിലേക്ക് പറയാണ്, അത് ശ്വേതയും നമ്മുടെ ധ്യാനയൊക്കെ കണ്ടപ്പോൾ ധ്യാൻ്റെയൊക്കെ തമാശകൾക്കൊരു ആഗോളവൽക്കരണം നടത്തണമെന്നുള്ള ഒരു ആലോചന വന്നുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ചാനൽ തുടങ്ങാൻ പോകും നമ്മൾ. അപ്പോൾ നമ്മൾ അടുത്ത മാസം 8-ാം തീയതി 24 ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനൽ ആരംഭിക്കുക. അപ്പോൾ ധ്യാൻ്റെ തമാശ സായിപ്പോട് അനുഭവിക്കട്ടെ, മലയാളി മാത്രം സഹിച്ചാൽ പോരല്ലോ. നല്ല ഐഡിയ. അപ്പോൾ ശ്വേത പറഞ്ഞു, ശ്വേതയുടെ ഇംഗ്ലീഷ് വളരെ ഭേദമാണ്, അതും കൂടെ ഒന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പരീക്ഷിക്കാം എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ഈ മുംബൈയിലുള്ളൊരു വലിയൊരു ഇംഗ്ലീഷ് ചാനലുകാരനോട് ചോദിച്ചു,
ഇതൊരു സാറ്റലൈറ്റ് TV ചാനലാക്കി മാറ്റണമെങ്കിൽ ഒരു എത്ര പൈസ നമ്മുടെ കയ്യിൽ വേണമെന്ന്, കേബിളുകാർ കൊടുക്കാൻ തന്നെ 100 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേ പിന്നെ ഞാൻ ബാക്കി സംസാരിച്ചില്ല, ബാക്കി ചിലവിനെക്കുറിച്ച് ആലോചിക്കണ്ടല്ലോ. അപ്പോൾ യൂട്യൂബാണ് ഏറ്റവും പറ്റിയത്. പക്ഷേ യൂട്യൂബിലും അപകടം വരുന്നു, യൂട്യൂബിൽ പരസ്യം കുറഞ്ഞു തുടങ്ങി. ഈ ഇടയ്ക്ക് ഒരാൾ മരിച്ചൊരു സ്ഥലത്ത് പോയി. അപ്പോൾ നമ്മൾ ഈ മലയാളികൾ മരിച്ച സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മോഹൻലാലിനേക്കാളും നന്നായിട്ട് അഭിനയിക്കും. നമ്മളെ ആരാണ്ട് മരിച്ചോലെ നമ്മൾ ഇറങ്ങി വരുന്നത്, മുഖമൊക്കെ കൂടി ഏതാണ്ട് കയ്യിൽ നിന്ന് കളഞ്ഞു പോയല്ലോ. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, ബോഡി കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ദുഃഖം ഒട്ടും കുറയ്ക്കാതെ ഞാൻ പറഞ്ഞു, ബോഡി കണ്ടല്ലോ എന്ന് പറഞ്ഞു. ബോഡി കണ്ടു, അത് എടുക്കുന്നതിന് പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. പിന്നീട് ഞാൻ ഇറങ്ങി, യൂട്യൂബിൽ ഞാൻ കണ്ടു, ശവദാഹത്തിൽ നിൽക്കാൻ ക്ഷമ കാണിക്കാതെ ശ്രീകണ്ഠൻ നായർ. എൻ്റെ ഇടപാട് തീർന്നു പോയി കേട്ടോ. കാര്യം എന്നോട് വളരെ ബന്ധമുള്ള ഒരാളാണ് മരിച്ചു പോയത്. അപ്പോൾ അത് വീട്ടിലൊക്കെ ഒത്തിരി ചീത്ത പറഞ്ഞു, നിങ്ങൾക്ക് 10 മിനിറ്റ് അവിടെ നിന്നൂടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കുറച്ചു നേരം നിന്നു, പുള്ളി കാണാൻ ഞാൻ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളിയിൽ എന്ന് പറഞ്ഞാൽ വരുത്തി ചേർത്ത ദുഃഖം മുഖത്ത് നിർബന്ധമായും വേണം, നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ട് ആ ഡിജിറ്റലിൻ്റെ അതിൻ്റെ എഡിറ്ററോടെ ഞാൻ ചോദിച്ചു, ഇത് എന്നാ മോണിറ്റൈസ് ചെയ്ത് വരാൻ പോകുന്നത്, പൈസ കിട്ടി തുടങ്ങുന്നത് എന്നാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കിപ്പോൾ 2822 പേരെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അതിപ്പോൾ നിങ്ങൾ തുടങ്ങി ആരെ അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും $40 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടി. അപ്പം ജീവിച്ചു പോകാനുള്ള കാശൊക്കെ കിട്ടുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. മാത്രമല്ല ഗൂഗിളിൻ്റെ ഒരാളിനെ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ബോർഡർ വരെ പോകണം, കേരളത്തിൻ്റെ ബോർഡർ. ഞാൻ ചോദിച്ചു, എന്താ അവിടെ ഒരു VIP കാണാനുണ്ട്. ഞാൻ അതാരാണ് അവിടുത്തെ VIP എന്ന് പറഞ്ഞു. അതായത് 6 കോടിയോ 7 കോടിയോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ കേരളത്തിൻ്റെ ബോർഡറിലുണ്ട്. അവരെ കാണാൻ പോവുക. അവർ ഗൂഗിളിൻ്റെ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഗൂഗിളിൻ്റെ പാർട്ണറാണെന്നാണ് പറഞ്ഞു. എത്ര ബഹുമാനത്തോടെ പറഞ്ഞു, ഗൂഗിളിൻ്റെ പാർട്ണറാണ്. അവർ കൊടുക്കുന്ന പൈസ പറഞ്ഞിട്ട് എനിക്ക് 2 ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. അതായത് ഇന്ത്യയിൽ ആകെ റൂബി നമ്മൾ ആരുടെയും വേണമെങ്കിൽ കൃഷ്ണമന്ത്രി ഉറക്കം വേണമെങ്കിൽ ഇപ്പോൾ പോക്കാ എമൗണ്ട് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ജോർജ് പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ കറക്റ്റ്. ഇത് ഈ ശാസ്ത്ര സാധ്യത സൂക്ഷിച്ചായിരുന്നെങ്കിൽ കേരളത്തിന് ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വ്യക്തിവൈരാഗ്യം തീർക്കാനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ല സാർ, നേരത്തെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഡിജിറ്റൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം ചാനലുകളെ ബാധിക്കുന്നു എന്നുള്ള കാര്യം. അതായത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സ്വാധീനം പരസ്യത്തെ ബാധിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പത്രങ്ങളുണ്ടായിരുന്നു, പത്രങ്ങൾ ഇന്ന് ടെലിവിഷനിലേക്ക് നമ്മൾ വന്നു. പക്ഷേ പത്രങ്ങൾ അപ്പോഴും ആ പത്രങ്ങളുടെ അസ്തിത്വം കൃത്യമായി നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. സ്വാഭാവികമായും ടെലിവിഷൻ്റെ കടന്നുകയറ്റത്തിൽ പത്രങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അസ്തിത്വം അവർ കളഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ ടെലിവിഷൻ ഇൻഡസ്ട്രിക്ക് അവരുടെ അസ്തിത്വം പൂർണ്ണമായി നിലനിർത്താൻ കഴിയുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു ചാനൽ മേധാവി എന്ന രീതിയിലും കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിലുമാണ്. ഞാൻ 1993 ഡിസംബറിലാണ് ഏഷ്യാനെറ്റിൽ കാലെടുത്ത് കുത്തിയത്. പിന്നെ 18 വർഷം ഞാൻ തുടർച്ചയായിട്ട് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. ഈ 18 വർഷവും എൻ്റെ ശത്രുക്കളൊന്നും എന്നോട് പറയുമായിരുന്നു, നാളെ ഇത് പൂട്ടുമെന്ന്. എന്നുവെച്ചാൽ TV ഔട്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ എത്ര കൊല്ലമായി, 2025 ഇതുവരെയും പൂട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് പൂട്ടും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ മിക്ക ടെലിവിഷൻ ചാനലുകളും പരസ്യ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതാണ്. പരസ്യ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ അന്ന് നടത്തിയ താങ്കൾ കണ്ട ആ പ്രസംഗത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചില സിനിമാ താരങ്ങൾ അഭിനയിക്കുന്ന ചില സിനിമ പോലെയാണ്. 80% സിനിമാ താര റെമ്യൂണറേഷൻ ആയിരിക്കും, ബാക്കി 20% ആയിരിക്കും പ്രൊഡക്ഷൻ ചിലവാക്കുക. എന്ന് പറയുന്ന പോലെ ഒരു ടെലിവിഷൻ പ്രൊഡക്ഷനിൽ ചിലവാക്കുന്ന പണത്തിൻ്റെ കൂടുതൽ ഭാഗവും പോകുന്ന അവിടുത്തെ അവതാരകനും മിഥുനും അതുപോലെ അല്ലെങ്കിൽ അവിടുത്തെ ജഡ്ജസിനുമായിരിക്കും. മിഥുനാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയും, ഞാൻ ദുബായിൽ നിന്ന് വരും, അതിൻ്റെ ചെലവ് കാശ് കൂടെ തരണമെന്ന് പറയും. അപ്പോൾ കട്ടിങ് ദ സ്റ്റോറി ഷോർട്ട്, ഇത് എല്ലാ കാലത്തും ഒരു ചലഞ്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് കാലം നമ്മളെ ഒരുപാട് മാറ്റിക്കളഞ്ഞു. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു അപകടം ചെയ്യുന്നുണ്ട്. രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ ദാസേട്ടനെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ചില പുസ്തകങ്ങൾ വീണ്ടും കാക്കനാടൻ നോവല് പറങ്കിമല വീണ്ടും വായിക്കുന്നു പറഞ്ഞ പോലെ ദാസേട്ടൻ്റെ ആദ്യകാലത്തെ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പാട്ടുകാരുമായിട്ട് അത് എങ്ങനെ വ്യത്യാസപ്പെടും? ഞാനൊരു സംഗീതജ്ഞനൊന്നുമല്ല, കേൾക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇപ്പം ഞാൻ അഡിക്ഷനായി. എനിക്ക് രാത്രി ഉറങ്ങണം, ഇത് കുത്തി വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കണം. ദാസേട്ടൻ്റെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ കേട്ടാൽ ഞാനിപ്പോൾ ഉറങ്ങുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു അഡിക്ഷൻ. ഷോർട്സും അങ്ങനെ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു 3 മണിക്കൂറൊക്കെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ 1 മണിക്കൂർ, ഞാനൊക്കെ ആണെങ്കിൽ 2.5 മണിക്കൂറൊക്കെ ടോക്ക് ഷോ എയറിൽ ചെയ്യുന്ന ആളാണ്. 3 മണിക്കൂറൊക്കെ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ MD ആയിരുന്ന മാധവ് സാറൊക്കെ എന്നോട് ചോദിച്ചു, ഒരു ഓണക്കാലത്ത് ഞാൻ 3.5 മണിക്കൂർ നീളുന്നൊരു തിരുവോണം ദിനത്തിലൊരു ടോക്ക് ഷോ ടെലികാസ്റ്റ്, ഇതൊക്കെ മനുഷ്യർ കാണുമെന്ന് ചോദിച്ചു. ഞാൻ മനുഷ്യരല്ലാത്തവർ ഈ നാട്ടിലുണ്ട്.
എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ടെലിവിഷൻ ചാനലിൽ ഈ ഷോർട്സുകളായിട്ട് മാറുന്ന കാലമൊന്നും ഇതുവരല്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ചാനലുകളൊന്നും പൂട്ടാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ, ഒന്ന് ഇതിനകത്തുള്ളൊരു പ്രശ്നം വെച്ചാൽ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടായിരം ഇത്രയധികം എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യുന്നു അവരുടെ. അതേസമയം നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് അവർക്ക് ആശ്വസിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ അടുത്തിടെ എൻ്റെ മുംബൈയിലെ സെയിൽസ് മേധാവി രാജിവെച്ചു. അപ്പോൾ ഈ സെയിൽസ് മേധാവി രാജിവെക്കുന്നൊക്കെ പറഞ്ഞാൽ ഈ പഴയ കാലം പോലൊന്നുമല്ല. ഇങ്ങോട്ട് വന്ന് നാളെ മുതൽ ഞാൻ കാണത്തില്ല. പണ്ടങ്ങല്ല, നമ്മൾ ചെന്ന് തലയൊക്കെ ചൊറിഞ്ഞ് നിന്ന് ഞാൻ ഏഷ്യാൻ്റെ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിട്ട് 12 ദിവസം എം ഡിയുടെ മുറിയിൽ പോയിട്ടും പറയാൻ പറ്റിയില്ല രാജിവെക്കാൻ പോകാതെ. അപ്പം ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ വന്നിട്ട് കാണാം കേട്ടോ, നാളെ കാണാം, നാളെ മുതൽ ഞാൻ അമൃത ടി വിയിലായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങ് പോവാം. പ്രശ്നമൊന്നുമില്ല. കേസൊന്നും കൊടുത്താൽ ലേബർ ഓഫീസൊന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നെക്കാളും നിയമം. ഒരു കാര്യമില്ല, നമ്മൾ രക്ഷപ്പെടത്തില്ല. അപ്പം ഞാൻ ഇത് വിഷമിച്ചു പോയി. അപ്പോൾ ഞാൻ വികാസ് കഞ്ചന്താനി എന്ന് പറഞ്ഞ റിപ്പബ്ലിക് ടി വിയുടെ CEO ആയിരുന്നൊരു മനുഷ്യൻ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മേധാവി രാജിവെച്ചപ്പോൾ എനിക്കില്ലേ പാമ്പ് ചത്ത ഇന്നാരെന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു, വികാസ്, എൻ്റെ മാർക്കറ്റിംഗ് മേധാവി രാജിവെച്ച് പോയി. വെരി ഗുഡ് എന്ന് അദ്ദേഹം അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു. ഞാൻ അത് വെരി ഗുഡ് എന്ന്, ഈ ഫിനാൻഷ്യൽ അവസാനിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരാളെ പിടിച്ചുകൊണ്ടുണ്ടെങ്കിൽ 3-4 മാസം എടുക്കില്ലേ, അഡ്വാൻസ് നോട്ടീസൊക്കെ ഇല്ലേ, ഈ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. യു ക്യാൻ സീ തൗസൻഡ്സ് ഓഫ് പേഴ്സൺ ഇൻ ദ മുംബൈ മാർക്കറ്റ് ഹു ഹാവ് നോ എംപ്ലോയ്മെൻറ്റ് അറ്റ് ആൾ. ഞാൻ എന്ത്, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കിട്ടും, നിങ്ങൾക്ക് നാളെ ജോയിൻ ചെയ്യണം, ഐ വിൽ സെൻഡ് സം നെയിംസ്. എനിക്ക് 5 പേരുടെ പേര് അയച്ചെന്നുള്ളി. മുംബൈയിലെ മാർക്കറ്റിൽ നിന്ന് മാധ്യമ കമ്പനികളിൽ നിന്ന് ജോലി പോയവരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുക. കൃഷ്ണകുമാറിനും സൂക്ഷിക്കാം. നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നവമാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾക്ക് എല്ലാ കാര്യത്തിലെന്ന പോലെ പോസിറ്റീവും നെഗറ്റീവും അതിനുമുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ ഈ മാധ്യമങ്ങൾ ഒരു ട്രെയിനിങ് കിട്ടാതെ പോയി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായ ധാരണയുണ്ടാവും. നമ്മുടെ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളായിരുന്നാലും പിന്നീട് റേഡിയോ, പിന്നീട് ടെലിവിഷനൊക്കെ വരുമ്പോഴും 2 കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഒന്ന്, അതിൽ പക്വതയുള്ള, പാകതയുള്ള പത്രാധിപന്മാർ അല്ലെങ്കിൽ പ്രോഗ്രാം എന്തു വേണമെന്ന് നിശ്ചയിക്കുന്ന ആളുകളുണ്ടായിരുന്നു. രണ്ടാമത്, ഗവൺമെൻറ്റിൻ്റെ ചില നിഷ്കർഷകളുണ്ടായിരുന്നു, നിബന്ധനകളുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ദൃശ്യമാധ്യമത്തിലേക്കാവട്ടെ, പ്രിൻ്റ് മീഡിയയിലേക്കാവട്ടെ, റേഡിയോയിലേക്കാവട്ടെ വന്നവരൊക്കെ മിനിമം ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധർമ്മം എന്തായിരിക്കണമെന്ന് പഠിച്ചവരുമായിരുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു നിബന്ധനയില്ല, ഒരു നിയന്ത്രണമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ, അതിൻ്റെ സിമ്പിളായ ടെക്നോളജി അറിയുമെങ്കിൽ എന്ത് കണ്ടൻറ്റും, അതിൽ ഇന്നതെന്നില്ല, എന്ത് കണ്ടൻറ്റും നമുക്ക് കൊടുക്കാം. അവിടെ അത് ചെയ്യുന്നയാളുടെ മനോധർമ്മവും അയാളുടെ ഒരു മൂല്യബോധവും ഒക്കെയാണ് എന്തുവരെ പോകാമെന്ന് നിശ്ചയിക്കുന്നത്. അങ്ങനെ എന്തുവരെ പോകാമെന്ന് നിശ്ചയിക്കുമ്പോഴും പണം എന്ന് പറയുന്ന ഒരു വലിയ ആകർഷണം നിൽക്കുകയാണ്. അവിടെ വ്യൂവർഷിപ്പ് കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനാണ് നിയന്ത്രിക്കുന്നത് എന്നൊരു ചിന്ത ഈ ആളുകളിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ വരും. കാരണം ഒന്നിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയ 3 പേര്, അതിൽ ഒരുത്തൻ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നു, ഒരുത്തൻ പക്വതയോടെ നിൽക്കുന്നു. 2 മാസം കഴിയുമ്പം എക്സ്ട്രീം ലെവലിലേക്ക് പോയവൻ കാശ് വാരിക്കൂട്ടുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ വരേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, വിദ്യാഭ്യാസം നടത്തിയോ മാധ്യമ പ്രവർത്തനം പഠിപ്പിച്ചോ ഒന്നും അല്ല അത് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റുകൾ ഇതിൽ ഒരു മിതമായ നിയന്ത്രണം കൊണ്ടുവരണം. അതായത് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു, ഒരു മിനിമം ഏതോ ഒരു രാജ്യത്ത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു, റെഗുലേഷൻ കൊണ്ടുവരുന്നു, ഏജ് കാണുന്നവർക്കുള്ള. പിന്നെ ഐഡിയ ആണ്, നമ്മളിപ്പോൾ സ്വന്തം ഐഡിയ ഉപയോഗിച്ച് അല്ലാണ്ട് തുടങ്ങാൻ പാടില്ല എന്നുള്ള റെഗുലേഷനും കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഒരു മാനദണ്ഡം നിശ്ചയിക്കണം. അതായത് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അയാൾ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തെ നിങ്ങൾ വീഡിയോ കാണിക്കുമ്പോൾ ആ പ്രസംഗത്തിലെ ഒരു പ്രധാന സെൻറ്റൻസിനെ എടുത്ത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ മറ്റൊരു ദിവസത്തെ പ്രസംഗമായിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലുള്ള അധാർമികമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. അതിന് ആരാണ് നിയന്ത്രിക്കേണ്ടത്? അതിൻ്റെ ഒരു ഗവൺമെൻറ് മെഷീനറി, അതിനൊരു സംവിധാനം ഉണ്ടാകണം. നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ നെഞ്ചത്ത് എന്ന് പറയുന്നതല്ല വരേണ്ടത്. അതിനെന്തു വേണമെന്ന് പക്വതയുള്ള ഒരു സംഘത്തെ നിയമിക്കണം. ഗവൺമെൻറ് തീരുമാനം എടുക്കുകയല്ല ചെയ്യേണ്ടത്. മാധ്യമപ്രവർത്തന പാരമ്പര്യമുള്ള, മാധ്യമ പശ്ചാത്തലമുള്ള സീനിയറായ ആളുകളോ മറ്റോ ആവട്ടെ, ഈ കാലഘട്ടത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം എത്ര വരെയാകാമെന്ന് തീരുമാനിക്കണം. കാരണം നോക്കൂ, ടെലിവിഷൻ ചാനലുകളെ ഒരു വശം നിയന്ത്രിക്കുന്നു, സിനിമയെ ഒരു വശം നിയന്ത്രിക്കുന്നു, സോഷ്യൽ മീഡിയയെ കയറഴിച്ച് വിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താ?
ഇതിന്റെ ആവശ്യം എന്താ? അല്ലെങ്കിൽ സിനിമയെയും ടെലിവിഷനെയും ഒക്കെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം സെൻസർഷിപ്പ് കൊടുക്കണം. പാടില്ല എന്നുള്ള ഇപ്പോ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു ടീമിന്റെ കാല് കയർ കെട്ടിയിടുകയും മറ്റേ ടീമിനെ അഴിച്ചുവിടുകയും ചെയ്യുന്ന പോലത്തെ ഒരു കാര്യമാണത്. നിയമം തുല്യമായിരിക്കണം. വക്കീലിനറിയാതെ അല്ലെ അതെ. ഇത്ര ഫെയർ ഒരു- പ്ലേ ഗ്രൗണ്ട് നമുക്ക് കിട്ടണം. ഒരു നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇപ്പൊ UAE ഒരു നിയമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡിനെതിരെ പോയി ചെന്ന് സാധാരണഗതിയിൽ നമ്മൾ ചുമ്മാ അടിയിൽ പോയി ഇപ്പൊ നമുക്ക് വേണ്ട സർവീസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടിയിൽ പോയി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എഴുതുമല്ലോ, അതിന് വരെയും ഫൈനുണ്ട്. ഈ പുതിയ മീഡിയക്ക് എങ്ങനെയാണ് ഒരു നിയമവശം ഉള്ളത്, അല്ലെങ്കിൽ അതിനെന്താണ് കൺട്രോൾ ഉള്ളത്? അത് ഒട്ടും എളുപ്പമല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളെ തേജോവധം ചെയ്യുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു. ഉവ്വ്. സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ തേജോവധം ചെയ്യാനായിട്ട് വലിയ സംവിധാനം, വലിയ ശ്രമം നടക്കുന്നുണ്ട്. ശ്രീകണ്ഠനായർക്ക് അറിയാം. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ VD സതീശൻ, ഞാനിതൊക്കെ തുറന്നു പറയുന്ന ആളാണ്. ആളുകൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാമെന്നുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വം. തീർച്ചയായും. ഇപ്പം ഈ സമീപകാലത്തായിട്ട് സൈബർ ബുള്ളിങ് ഏറ്റവും അധികം നടക്കുന്നത് പിണറായി വിജയനെതിരായിട്ടില്ല, നരേന്ദ്രമോദിക്കെതിരായിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവിനെതിരായിട്ടില്ല, VD സതീശനെതിരായിട്ട്. VD സതീശനെതിരെ ബുള്ളിങ് നടത്തുന്നത് മാർക്സിസ്റ്റുകാരല്ല, BJPക്കാരല്ല, CPIക്കാരല്ല, ലീഗുകാരല്ല, കോൺഗ്രസ്സുകാർ. അത് ശരി. കോൺഗ്രസ്സിലെ ചില കടന്നലുകൾ കാശ് കൊടുത്ത് സ്വന്തം നിലയ്ക്കാണെങ്കിൽ പിന്നെ അതിനൊരു അന്തസ്സുണ്ട്. നമ്മുടെ അഭിപ്രായം ഇതാണെന്ന് തുറന്ന അന്തസ്സായിട്ട് തൻ്റെ ഇടമായിട്ട് പറയാം. അങ്ങനെയല്ല, കൂലിക്ക് ആളെ വെച്ചിട്ട് സതീശനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് സോഷ്യൽ മീഡിയ കൂടി വെറുതെ കണ്ടുപിടിക്കുന്ന ആർക്കും കാണാവുന്ന കാര്യമാണ്. ഇദ്ദേഹത്തെ ആക്ഷേപിക്കാനും എന്ത് ചവിട്ടി വധിക്കാനും അതിന് പണം കൊടുത്ത ആളെ വെച്ചിരിക്കുക. ഏത് നിയമം ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞില്ലേ, ഈ 499, 500 എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകളുണ്ട്. മാനനഷ്ടത്തിന് കേസുകൾ. ഇപ്പോൾ ഈ മാധ്യമ അവതാരകം, ഏറ്റവും വലിയ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരാൾ, മനോരമ ന്യൂസിലെ 2 പേരുടെ ഉദാഹരണം പറയാം. നിഷ പുരുഷോത്തമൻ, അതുപോലെ നമ്മുടെ ഷാനി പ്രഭാകരൻ. ഷാനിക്കെതിരായിട്ടൊരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ വലിയ ബുള്ളിങ് കുറച്ചാൾ മുമ്പാണ്, 4 കൊല്ലം മുമ്പ് അവർ പരാതി കൊടുത്തു. 24 മണിക്കൂറിൽ നടപടി ഉണ്ടായി. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്തവനെയും അവൻ്റെ പരിചയക്കാരനെയും റീപോസ്റ്റ് ചെയ്തവനെയും വെറുതെ ഷെയർ ചെയ്തവനെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവരൊക്കെ കുറച്ച് ദിവസമൊക്കെ ഗോതമ്പൂട്ട കഴിച്ച് ശരീരം മെച്ചപ്പെടുത്തി. ഇതിൽ കുറച്ച് പേരെ ഈ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ ദേഹപരിശോധന കൊടുത്തപ്പോൾ എൻ്റെ ഭാര്യയാണ് ഇവർ ദേഹപരിശോധന എടുത്തത്. പ്രതികളെ പിടിച്ചാൽ പോലീസുകാർ തല്ലിയില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷർട്ടൊക്കെ അടിച്ച് വെച്ചു, നിങ്ങൾക്ക് ഇടി കൊണ്ടുവന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് പുള്ളിക്കാരി പറഞ്ഞ അറിവും കൂടി നിൽക്കും. അപ്പോൾ അങ്ങനെ ഷാനി പ്രകാരം പരാതി കൊടുത്തപ്പോൾ നടപടി ഉണ്ടായി. നിഷ പുരുഷോത്തമനെതിരെ അതിലും ഭീകരമായ ബുള്ളിങ് ഉണ്ടായി. അവർ പരാതി കൊടുത്തു. നാളിതുവരെ അതിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് ആ പോലീസ് സ്റ്റേഷനിൻ്റെ മേശപ്പുറത്ത് പൊടി പിടിച്ചിരിക്കുക, ആ ചവറ്റോട്ടയിൽ ഇട്ടില്ലെങ്കിൽ. കാരണം ഈ ബുള്ളിങ് നടത്തിയ CPIക്കാർ, മറ്റത് വേറെ പാർട്ടിക്കാരായിരുന്നുകൊണ്ട് നടപടി ഉണ്ടായി. അപ്പോൾ ഇത് നമ്മുടെ ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്തും ഇതൊക്കെ തന്നെ സംഭവിക്കും. ഇപ്പോൾ CPIക്കാർ ഭരിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്തു മാത്രം. ഈ സോഷ്യൽ മീഡിയ ഏറ്റവും ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത് ഒന്ന് BJPക്കാരും മറ്റു CPIക്കാരും. കോൺഗ്രസ്സുകാർ നന്മയുള്ളവരോ നല്ലവരായതുകൊണ്ടല്ല, അവർക്ക് സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, ബുദ്ധി കുറവായതുകൊണ്ടുമാണ്. ഇനി അഥവാ അവർ ചെയ്യുകയാണെങ്കിൽ സ്വന്തം പാർട്ടിക്കാർക്കെതിരായിട്ട് ചെയ്യുള്ളൂ. അതാണ് ഇപ്പോൾ സതീശൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീകണ്ഠനായർ ഇംഗ്ലീഷിൽ ചാനൽ കൊടുക്കുന്നത് വളരെ നന്നായി. കാരണം 10-200 കൊല്ലം നമ്മളെ അടിമകളാക്കി വെച്ച് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ സംരംഭത്തെ ഞാൻ ശ്ലാഘിക്കും. പിന്നെ സന്തോഷത്തെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാ ചാനലുകളും ഏറ്റവും അധികം ചാനലുകൾ കണ്ടുള്ള ആളായിരിക്കും അദ്ദേഹം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ UC കോളേജിലെ 2 പ്രൊഫസർമാർ തമ്മിൽ പണ്ടുണ്ടായ ഒരു സംഭാഷണം, ചരിത്ര രേഖയാണ്. ഹിസ്റ്ററി പ്രൊഫസറായ മാർത്താണ്ഡവർമ്മ സാറിനോട് ഫിസിക്സ് പ്രൊഫസറായിരുന്ന തോമസ് സാറ് പറയുകയാണ്, വർമ്മ സാറേ, ഇന്ന് ചെയ്യാവുന്ന ഒരു ജോലിയും ഞാൻ നാളേക്ക് വെക്കത്തില്ല. വർമ്മ സാറ് പറഞ്ഞു, ഞാനും അതുപോലെ തന്നെ തോമസ് സാറേ, പിന്നെ ഒരു വ്യത്യാസം, നാളേക്ക് വെക്കാവുന്ന ഒരു ജോലി ഞാൻ ഇന്ന് ചെയ്യില്ല. ഇതുപോലെയാണ് ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര. പുള്ളി എല്ലാ ചാനലുകളും കണ്ടിരുന്ന ആളാണ്. ഞാനാണെങ്കിൽ ഒരു ചാനൽ കാണാൻ താമസം. എൻ്റെ വീട്ടിൽ TV ഇല്ല. അദ്ദേഹം പറയുന്നു പറഞ്ഞു മനസ്സിലായി. എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ TV വരാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിലുള്ള ആളുകൾ ഇത് കണ്ട് വിഷമിക്കണ്ടല്ലോ, അത് ബാക്കിയുള്ളവർ സഹിച്ച പോരെ. പക്ഷെ അതിനുള്ള മറുപടി സോഷ്യൽ മീഡിയ കിട്ടുന്നില്ല. അല്ല, അത് ഞാൻ മൈൻഡില്ലല്ലോ. ഞാൻ ഈ ഒരു അഭിപ്രായവും ശ്രദ്ധിക്കില്ല. എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയം. ജയശങ്കർജി പറഞ്ഞതിൻ്റെ ഒറ്റ വാചകമേ ഉള്ളൂ. അതായത് നമ്മളുടെ ഈ ഡിഫമേഷനും മാനനഷ്ടവും ഒക്കെ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ ആക്രമിച്ച ഒരു കേസ് കാർഡ് വെച്ച ഒരു സാധനം നന്നായിട്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു പോലീസ് ഓഫീസർ എന്നോട് ഒന്ന് പറഞ്ഞു, 2 കാലുകളും 2 കൈകളും തളർന്നു കിടന്ന ഒരു മനുഷ്യൻ്റെ പ്രാന്താണ് ഇത്, അവനെതിരായിട്ട് അങ്ങ് കേസിന് പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരുത്തനാണെങ്കിൽ അവൻ്റെ പേര് കേസിന് പോകണ്ട, വിട്ടേക്കാൻ പറഞ്ഞു.
കുറച്ച് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇതിൻ്റെ റൂട്ട് ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇത് നേരത്തെ അന്വേഷിച്ച വേറെ പോലീസുകാരുണ്ട്. അതിലൊരു സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ഒരു കറതീർന്ന ഒരു ആലപ്പുഴയിലെ ഒരു നേതാവാണ് ഇത് ചെയ്തിരിക്കുന്നത്, അല്ല അംഗവൈകല്യം വന്നൊന്നുമല്ല, ഇത് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. അവസാനം ഇപ്പോൾ ഇദ്ദേഹം കൂടെ പോകുന്ന കേരള ഹൈക്കോടതിയിൽ ഈ കേസ് എടുത്ത് കളയാൻ വേണ്ടി പുള്ളി ഒരു സാധനം കൊണ്ട് ഫയൽ ചെയ്തു. ഞാൻ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയറായ വക്കീൽമാരൊരാളെ ഏൽപ്പിച്ചിരിക്കുക. എന്ന് വെച്ചാൽ ആദ്യം എന്നെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് പോകാനും ശ്രമിച്ചു, കൈകാല് കൊണ്ട് തളർന്ന് കിടക്കുകയാണെന്ന്. അപ്പം തളർന്നവനൊന്നുമല്ല, നിവർന്ന് നിൽക്കുന്ന ഒരുത്തം തന്നെയാണ്. അപ്പോൾ അവൻ ആ കേസ് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു വക്കീലെ ഏൽപ്പിച്ചിരിക്കും. അങ്ങനെയുള്ള പരിപാടി എന്ന് പറയുന്നത് വെച്ചാൽ ഒരേ പോലീസുകാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, വേറൊരു സംഘം പോലീസുകാർ തകർക്കാൻ ശ്രമിക്കുന്നു. അല്ല, ഇതിനകത്ത് നേരത്തെ ഇപ്പോൾ മിഥുൻ പറയാൻ ഉദ്ദേശിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ തങ്ങളുടെ ആണികളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വെച്ചിട്ട് മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുക. അതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന എക്സാമ്പിളാണ്. ശ്വേതയുടെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ ഒരു ബുള്ളിങ് അവിടെ നേരത്തെ കെ പറഞ്ഞതാണ്. അതായത് എന്ത് ചോദ്യവും ചോദിക്കാനായ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നേരത്തെ സന്തോഷ് സാർ പറഞ്ഞ പോലെ പറ്റും എന്നുള്ളതിൻ്റെ ആ ബുള്ളിങ് അനുഭവിച്ച ആളാണ് അങ്ങ് അറ്റത്തിരിക്കുന്നത്. ആ ബുള്ളിങ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും തിരിച്ച് തഗ് കൊടുത്തിട്ടുള്ള ആളാണ് നടുക്ക് നിൽക്കുന്നത്. അല്ല, ഇതിനകത്ത് ഇപ്പം ശ്രീമതി ശ്വേത എത്ര കാലമായി ശ്വേതാ മേനോൻ നമ്മുടെ മുന്നിലുണ്ട്. ഒരു അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന സമയത്ത് വളരെ പെട്ടെന്നൊരു കേസ് വരുന്നു. അത് ഈ സൈബർ മീഡിയകൾ വഴി അത് വല്ലാതെ അത് പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ സാധാരണഗതിയിൽ ഒരു യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്ന ഒരു സംഭവം വളരെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നു. അപ്പോൾ അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സിനിമാ മേഖലയിലുണ്ട്, മറ്റു പല മേഖലകളിലുമുണ്ട്. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത് ശ്വേതജി? എനിക്കൊരു ഭാഗ്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഒരു ജേർണലിസ്റ്റ് ആണ്. തീർച്ചയായും. അപ്പോൾ എനിക്ക് ആ സൈഡിൽ നിന്ന് എപ്പോഴും എന്നെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ആർക്കും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം. യു നോ വൈ? ബിക്കോസ് ലീഗൽ പേടിയില്ല, ലീഗാലിറ്റീൻ്റെ ഒരു സ്ട്രിക്ട്നെസ് ഇല്ല. നമ്മളെ ലോ മാറിയാൽ മാത്രമേ ഇതൊക്കെ എന്തെങ്കിലും ഒരു എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ നമ്മൾ പൊട്ടിക്കണം, അല്ലാതെ അത് നമ്മൾ എതിരായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ള അതാണ് ആൾക്കാർക്ക് ജാസ്തി. റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഒരു പേടിയുമില്ല. കുറേ വക്കീലന്മാർ ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ പുറത്ത് പോയ കുറേ വക്കീലന്മാർ ചെറിയ 500 രൂപയ്ക്ക് കൊടുത്താൽ കേസ് എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ തന്നെ എത്രയോ വർഷം മുമ്പേ 2-3 കേസ് കൊടുത്തിട്ട് ഇന്നും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ലോ. അപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ എതിരായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഐ ആം സോ ഹാപ്പി. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. സിനിമ റിലീസ് ചെയ്താൽ അതിന് അതിൻ്റേതായ ഒരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു. ആ ഡെസ്റ്റിനി അത് ചിലപ്പോൾ 10 ദിവസമോ ചിലപ്പോൾ 25 ദിവസമോ. നമ്മൾ ഈ ഗോൾഡൻ ജൂബിലി, സിൽവർ ജൂബിലി ഒന്നും കേട്ടിട്ട് വർഷങ്ങളായി. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ ഒരു സിനിമ റിലീസായാൽ തന്നെ സോഷ്യൽ മീഡിയേൻ്റെ ഇൻ്റർവെൽ വരെ വെയിറ്റ് ചെയ്യണ്ട, അതിൻ്റെ അഭിപ്രായങ്ങളും വന്നു. അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സാഡസ്റ്റ് പാർട്ട് ഇസ് ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടെങ്കിലും ക്രിയേറ്റീവ്ലി ഇവരെ സാബോട്ടാജ് ചെയ്യാനുള്ള കുറേ ആൾക്കാരുണ്ട്. അത് നേരത്തെ സന്തോഷ് സാർ പറഞ്ഞ പോലെ എതിർത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ മോശം പറയുമ്പോഴാണല്ലോ കൂടുതൽ വ്യൂ. നമ്മളുടെ ജനങ്ങളുടെ കയ്യിലാണ് ഇതെല്ലാം. ഇറ്റ്സ് ഓൾ ഇൻ പബ്ലിക്. അവരുടെ കയ്യിൽ എന്തുകൊണ്ടാണ് അത് വിടാത്തത്? ദാറ്റ് ഈസ് അഗെയിൻ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര ഇപ്പോൾ മിഥുൻ ഇപ്പോൾ പറഞ്ഞില്ലേ ദുബായിൽ വന്ന ആ റൂൾസ്, അങ്ങനത്തെ ഒരു റൂളും ഇവിടെ നടക്കുമോ? ഇത് നടക്കില്ല. ഇപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് നമ്മളുടെ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നത്. വി ആർ ക്രിയേറ്റിംഗ് അവർ ഓൺ ഡിമാൻഡ്സ്. നമ്മൾ തന്നെയാണ് പൈസ കൊടുത്തിട്ട് നമ്മളുടെ ആൾക്കാരെ പറ്റി മോശം എഴുതാൻ വേണ്ടി. അപ്പോൾ മാർക്കറ്റിംഗ് ഹാസ് ബിക്കം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇപ്പോൾ സിനിമ 5 കോടിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1.5 കോടി മാർക്കറ്റിംഗിനുണ്ട്. ആണ് തീർച്ചയായും. ധ്യാനിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ചോട്ടിൽ പറയും, ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. എന്തുകൊണ്ടാണ് ആ സിനിമ നടൻ എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ധ്യാനിനെ നോക്കാത്തത്? ദാറ്റ് ഈസ് വൈ. സോ പീപ്പിൾ ഡോണ്ട് നോ എങ്ങനെയാണ് ഹൗ ടു സെഗ്രിഗേറ്റ്. നമ്മൾ ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇപ്പം നമുക്ക് നല്ല വ്ളോഗേഴ്സ് ഉണ്ട്, നല്ല ഫിലിം വ്ളോഗേഴ്സ് ഉണ്ട്. അവരുണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിയിൽ അവരെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും. അല്ല, അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അവനവൻ തന്നെ സൃഷ്ടിക്കുന്ന ഒരു എല്ലാ കാര്യത്തിലും ഒരു അതിർവരമ്പ്, ഒരു നിലവാരം വേണം. അത്തരം കാര്യങ്ങൾ അവർ ചിന്തിക്കുകയും അവരുടെ ആ പ്ലാറ്റ്ഫോമിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്ത
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് കിട്ടും, റീച്ച് കിട്ടും എന്നൊക്കെ തെളിയിക്കുകയും ആ രീതിയിൽ നിലവാരത്തിലേക്ക് വരികയും ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഈ അവാർഡ് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല ഞാനേ സോഷ്യൽ മീഡിയന്റെ തീരെ എതിരായിട്ടല്ല പറയുന്നത്. അല്ലല്ല, അമേസിംഗ്, ഹാറ്റ്സ് ഓഫ്. കെ പറഞ്ഞ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും ആ പറയുന്ന ആ നെഗറ്റിവിറ്റി ഒഴിവാക്കി ഒരുപക്ഷെ വളരെ പോസിറ്റീവായി വളരെ ക്രിയേറ്റീവായിട്ട് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവിടെ അവാർഡ് കൊടുക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോ അതും അതിന്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം, പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് തെളിയിച്ച ആൾക്കാരാണ്. ഞാനിപ്പോ എന്റെ ഇലക്ഷന്റെ സമയത്ത് വന്ന ഒരു കേസ് എനിക്കിപ്പോഴും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് കോടതി ആ കേസ് എടുത്തത്. ബിക്കോസ് സെൻസർ ചെയ്യപ്പെട്ട് 12 വർഷം മുമ്പേ വന്ന പടങ്ങളുടെ മുകളിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് വരുന്നത്. ജസ്റ്റ് ബിക്കോസ് ഒരു സ്ത്രീ, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറയും നിങ്ങൾ ജെൻഡർ കളിക്കുകയാണ്. ജെൻഡർ അല്ല, ഒരു സ്ത്രീ ആദ്യമായിട്ട് ഒരു പൊസിഷന് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മളുടെ ആൾക്കാർ തന്നെയാണ്. സോ നമുക്കറിയാം നമ്മളുടെ ആരാണ് നമ്മുടെ എതിരായിട്ട് നിൽക്കുന്നത്. അല്ല, അതില് 2 കാര്യങ്ങളുണ്ട്. ലോകത്ത് എല്ലാ രംഗത്തും ഉള്ള പോലെ നീതിന്യായ സംവിധാനത്തിലും മനോരോഗികളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആ കേസ് അല്ലെങ്കിൽ കോടതിയുടെ ചവറ്റുകോട്ടയിൽ കിടക്കേണ്ട കേസാണ്. എന്തും പറയാനുള്ള ലൈസൻസ് ഇപ്പം ജയശങ്കർ സാറിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയണ പോലെ സിനിമയിൽ എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരാൾ ഇരിപ്പുണ്ട്. അല്ല ധ്യാൻ തുടങ്ങണേക്ക് മുമ്പ് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറയും, എന്നോട് ചേർത്ത്. ഈ ചില സന്ദർഭങ്ങളിൽ ആളുകൾ ഭയങ്കരമായിട്ട് ബുള്ളിങ് നടത്തുന്നത്, അത് വിഷ്വൽ മീഡിയയിലാണെങ്കിലും പ്രിന്റ് മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഭയങ്കരമായിട്ട് എല്ലാ ആൾക്കാരും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് വളരെ പോസിറ്റീവ്. അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ ഒരു സമയത്ത് ഏതൊക്കെ രീതിയിൽ, പുള്ളിയുടെ പല പ്രവർത്തികളും വളരെ ഇറാഷണലാണ്, നമ്മുടെ ഒന്നും യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണ് പുള്ളി വാർത്താനം പറയുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്കും ആ അനുഭവമുണ്ട് വ്യക്തിപരമായിട്ട്. പക്ഷേ പുള്ളിയെ ഇന്നിപ്പോൾ കാണുന്ന രീതിയിൽ കേന്ദ്രമന്ത്രിയാക്കി വളർത്തിയത് നമ്മുടെ ഇവിടുത്തെ ചില ടെലിവിഷൻ ചാനലുകൾ വഹിച്ച പങ്ക്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഹിച്ച ചരിത്രപരമായ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അല്ലെങ്കിൽ പുള്ളി ഇതിപ്പോ പാർലമെന്റ് മെമ്പറോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആവില്ലായിരുന്നു. അത്ര വലിയ ബുള്ളിങ്, അത്ര വലിയ രാവണനിലെ പുള്ളിയുടെ അച്ഛൻ എഴുതിയ ഡയലോഗാണത്. വെറുത്ത് അവസാനം കുട്ടിശങ്കറിനോട് ഒരു ഇഷ്ടം തോന്നി എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ? അതാണ് സംഭവിച്ചത് ഇവിടെ. ഞാൻ വളരെയധികം തമാശയായിട്ട് പറയുന്നതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് വലിയ കാര്യങ്ങളും പറയാറുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ, കാരണം നമുക്ക് വളരെ എളുപ്പമല്ലാത്തൊരു കാര്യം എന്താ പറയുക, ആക്സെപ്റ്റൻസ് ആണ്. ആ ആക്സെപ്റ്റൻസ് കിട്ടിയ ആള് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ കണ്ടന്റ്, ജെനുവിൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ നിലവാരമുള്ള, എടുത്തു പറയുന്നു ഇടക്കിടക്ക്, അതുകൊണ്ട് അപ്പോൾ നിലവാരമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു വേദിയാണത്. അപ്പം ഡെഫിനറ്റ്ലി അവരാണ് ഇന്നത്തെ സ്റ്റാർസ്. അപ്പോൾ ഫസ്റ്റ് അവരെ അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു. നമുക്കതുകൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ടായിട്ടുണ്ട് പലപ്പോഴും. സിനിമയ്ക്ക് പ്രത്യേകിച്ച് സിനിമയെ റെപ്രസെൻ്റ് ചെയ്ത് പറയുമ്പോൾ ഇന്ന് നമ്മൾക്ക് സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും പുതിയ ഇൻ ലാസ്റ്റ് 5 years സിനിമേനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് തന്നെ ഇത്തരം പ്രൊമോഷൻ. അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് മുതൽ മമ്മൂക്ക മുതൽ ലാലേട്ടൻ മുതൽ എല്ലാവരും വന്നിട്ട് ഇൻ്റർവ്യൂസിന് ഇരിക്കുകയാണ്. എന്തിന്, അന്യഭാഷാ സിനിമ എന്നുള്ള പ്രഭാസ് മുതൽ അവരൊക്കെ വന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് അവരുടെ സിനിമയെ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാലില്ല. പക്ഷെ എന്നിട്ട് പോലും ഇവിടുത്തെ ഓൺലൈൻ മീഡിയ ചാനലുകളുടെയും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളുടെയും എന്തിന് ഇവിടുത്തെ യൂട്യൂബേഴ്സ്, പേളി ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ് പേളി ഉൾപ്പെടെയുള്ള, അവരുടെ വരെ യൂട്യൂബിന്റെ മനീഷ് നാരായണൻ, മനീഷൻ, അപ്പോൾ ഇവരൊക്കെ പോഡ്കാസ്റ്റിലൊക്കെ വന്നിട്ട് അവരുടെ സിനിമയെ അവർ പ്രൊമോട്ട് ചെയ്യണം. അവരുടെ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും അല്ലെങ്കിൽ പേജുകളിലൂടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു രീതിയിൽ അൾട്ടിമേറ്റ്ലി സിനിമ നല്ലതല്ലെങ്കിൽ ഒരു കാര്യമില്ല. പക്ഷെ അതാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇനീഷ്യൽ മസ്റ്റ് എല്ലാവരും. കാരണം നമ്മൾ 2-3 അല്ലെങ്കിലും 3-4 ദിവസം മാറ്റി വെക്കുന്നത് ഇത്തരം ഓൺലൈൻ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാനും അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾക്കും ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ ഒരു പരിധി വരെ സിനിമ ആൾക്കാർ ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സഹായിക്കാൻ, അല്ലെങ്കിൽ വേറെ വഴിയില്ല. കാരണം പണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ സാറ്റലൈറ്റ് TV പരിപാടികളിലൂടെയാണ് മാർക്കറ്റ് ചെയ്തിരുന്നത്. അതിപ്പം തീരെ ഇല്ലാതായി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടക്കം ചെയ്യാറുണ്ട്, പക്ഷെ എന്നാൽ പോലും പഴയ പോലെ അതില്ല. എല്ലാം ഡിജിറ്റലായി.
അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾക്ക് അതുകൊണ്ട് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ സിനിമയ്ക്ക്. ടി വിക്കാർക്ക് നിങ്ങളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. അല്ല അത് അതിൽ അതാണ് പറഞ്ഞത്. തന്നെയുള്ള സിനി അടുത്തതിൻ്റെ അതിൻ്റെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള വേറെ സാധനം വെച്ചാൽ അതിനെ ഫോളോ ചെയ്ത് വരുന്ന റിവ്യൂസ്. അതും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വെരി ഫസ്റ്റ് ഡേ തന്നെ ഒരു ഷോ കഴിയുമ്പോഴേക്ക് ആ സിനിമ വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതേപോലൊരു കണ്ടന്റ് ക്രിയേറ്റർ വന്നിട്ട് അയാൾ പറയും, അയാൾ വളരെയധികം എന്ന് വെച്ചാൽ സ്പോയിലർ ഉൾപ്പെടെ, ഒരു സിനിമയുടെ സ്പോയിലർ ഉൾപ്പെടെ മാത്രമല്ല, അത് മാസിന്റെ ശരിക്കും പറഞ്ഞ അഭിപ്രായത്തെ സ്വാധീനിക്കാറില്ലേ? അത് വളരെ അതെ കൃത്യമായിട്ട്. തീർച്ചയായിട്ടും. പക്ഷേ അപ്പം നേരത്തെ പറഞ്ഞ പോലെ, സന്തോഷ് സാറ് പറഞ്ഞ പോലെ, ചില ആൾക്കാർ അവർ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ എപ്പോഴും നല്ലത് പറയുമ്പോഴല്ലല്ലോ നമ്മൾക്ക് പെട്ടെന്ന് നെഗറ്റിവിറ്റീനെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. അപ്പോൾ പെട്ടെന്നൊരു പടം കൊള്ളില്ല അല്ലെങ്കിൽ ആ പടത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് കൊള്ളില്ല എന്ന് കാണാനായിരിക്കും നമ്മളും പോവുക. അത് എന്താണ് പ്രശ്നം എന്നറിയാനായിരിക്കും. ഒരു വലിയ സ്റ്റാറിൻ്റെ വലിയൊരു സിനിമ വന്നിരുമ്പോൾ അത് മോശം എന്ന് പറയുന്ന ആദ്യം അത് എന്ത് മോശം എന്നറിയാനായിരിക്കും. നല്ലതിനേക്കാൾ നല്ലതാണ് നമ്മളതങ്ങ് മാറ്റി വയ്ക്കും. പക്ഷെ മോശം എന്നറിയുമ്പോൾ നമ്മൾ അത് തേടി അങ്ങ് പോവും. അങ്ങനെ ഹേറ്റ് അതിലൂടെ ചിലവർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട റിവ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇവരൊക്കെ ഈ റിവ്യൂസ് തന്നെ അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് പലപ്പോഴും പറയുന്നത്. പക്ഷെ ഇവരെ ഫോളോ ചെയ്ത് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരും വിശ്വസിക്കുകയാണ്. കാരണം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ അപ്പോഴും ഒരു വളരെ ജഡ്ജ്മെൻ്റലായിട്ട് ആൾക്കാർ ഓക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ആ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഫസ്റ്റ് ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. ഇവരൊക്കെ തന്നെ മൂവി ക്രിറ്റിക്സ് ആണ്. അല്ലെങ്കിൽ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ റെഗുലേഷനോ ഒന്നും തന്നെ ഇല്ല. പല രീതിയിലും അസോസിയേഷനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരു ഭൂരിപക്ഷം ആൾക്കാരെ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. സത്യം. അപ്പം ഒരു രീതിയിൽ നമ്മൾ ഇത്തരം മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മുടെ സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നത് ഇതേ പ്ലാറ്റ്ഫോമിലൂടെയും അതേ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ തന്നെയാണ് തിരിച്ചും സിനിമയെ നശിപ്പിക്കുന്നതെന്നും ഒരു പരിധി വരെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില ഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ സിനിമയ്ക്കൊരു സത്യം ഉണ്ടാവും, സിനിമയുടെ ഒരു ഫെയ്റ്റ് ഉണ്ടാവും. അപ്പം ഈ പറയുന്ന റിവ്യൂവേഴ്സ് മോശം പറഞ്ഞ സിനിമകൾ വിജയിച്ചിട്ടുമുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഗൗരി ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ചുറ്റുമിരുന്ന ആൾക്കാർ, അതായത് ആ സിനിമയുടെ ആൾക്കാർ തന്നെ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓൺലൈൻ മീഡിയ തന്നെ നമ്മളെ പടം ഇറങ്ങുമ്പോൾ തൊലച്ചു കളയുന്നുള്ളൊരു പേടി അവർക്കുള്ളത് കൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടായെന്നല്ല, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ റിയാക്ട് ചെയ്തില്ല. സത്യമല്ലേ ഗൗരി? എല്ലാവരും കണ്ടു കാണും ആ പ്രസ് മീറ്റിൻ്റെ വീഡിയോ. എനിക്കതിൽ ഞാൻ ആദ്യം പോസിറ്റീവ് പറയാം. അത്രയും ക്വിക്കായിട്ട് സോഷ്യൽ മീഡിയ കാരണമാണ് എല്ലാവർക്കും ആ പ്രസ് മീറ്റ് നടന്നതും അത് ലൈവായിരുന്നു. ഹൗ പോസിറ്റീവ്ലി ഇറ്റ് ഹാഡ് ടേക്കൺ ഓഫ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി 2 sides ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനത് PR-നാണ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു സെറ്റപ്പായിരുന്നു, ഇങ്ങനത്തെയൊക്കെ 99.9% എൻ്റെ സപ്പോർട്ടിനായിരുന്നെങ്കിൽ ഒരു 1% ഉണ്ടായിരുന്നു ആ ഒരു. പക്ഷെ ഐ തോട്ട് ദ റേഷ്യോ വുഡ് ഹാവ് ബിൻ മോർ. പക്ഷെ എനിക്ക് തോന്നുന്നു സൊസൈറ്റി നമ്മുടെ ചിന്താഗതി മാറുന്നുണ്ട്. ഐ തിങ്ക് വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദ റൈറ്റ് ഡയറക്ഷൻ. അതെനിക്ക് ആ ഒരു മുറിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല, ഒട്ടും ഫീൽ ചെയ്തില്ല. ഞാൻ ഫേസ് ചെയ്ത അതൊരു 10-12 മിനിറ്റോളം ഒരു പേഴ്സണൽ അറ്റാക്കായി മാറ്റി ഒരു ഹറാസ്മെൻ്റ് ആയിരുന്നു ഞാൻ ഫേസ് ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോഴാണ് എനിക്ക് ശ്വാസം ഒന്ന് എടുക്കാൻ പറ്റിയ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ സപ്പോർട്ട് അത് 80% എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും പിന്നെ ന്യൂസ് ചാനൽസ് ആയിക്കോട്ടെ, അത്രയും നാഷണൽ ലെവൽ ന്യൂസായി മാറിയത് ഇറ്റ്സ് നോട്ട് നോർമലൈസ്ഡ് എനിമോർ. അപ്പോൾ എനിക്കത് പറയാനുള്ളത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ടീം അതൊരു കൺവീനിയൻസ് ബേസിലാണ് അവർ അന്ന് ഇടപെടാത്തത്. വിച്ച് ഇസ് അവർക്ക് അവരുടെ കാര്യം, അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഇടപെടണ്ട, അങ്ങനത്തെ ഒരു സേഫ് കളിച്ചപ്പോൾ. ബട്ട് വാട്ട് ഐഡ് ലൈക്ക് ടു സേ ഇസ് ആ ഒരു സമയത്ത് എനിക്ക് പ്രതികരിക്കുന്നതും ഒട്ടും ഈസി ആയിട്ടുള്ളൊരു സംഭവം അല്ലായിരുന്നു. എനിക്ക് വേണമെങ്കിലും പോട്ടെ ചിരിച്ച് കളയാം, അങ്ങനെ ഞാനും സേഫ് കളിച്ചിരുന്നെങ്കിൽ അതങ്ങനെ പോയേനെ. പക്ഷേ ഇപ്പോൾ ഓഡിയൻസിന് ഞാൻ അവിടെ 10 മിനിറ്റ് എൻ്റെ ഒരു ബേസിക് റൈറ്റ്, ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ് വാസ് ടേക്കൺ അവേ ഫ്രം മീ. അതിന് ഞാൻ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. പക്ഷെ ഇവർ രണ്ടുപേരും ദേ വർ നോട്ട് ജെനുവിൻ ടു ദെയർ ബിലീഫ്. ഒരു ഹ്യൂമൻ നേച്ചറാണല്ലോ. ഇപ്പം ഒരു 10 പേര് ഒരു പട്ടിയെ കൊല്ലുകയാണെങ്കിൽ
അതൊരു തെറ്റാന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതൊരു തെറ്റാണ്. ഇറ്റ്സ് എ ഹ്യൂമൻ നേച്ചർ ടു എന്താ ചെയ്യേണ്ടത്. പക്ഷേ ദേ ചോസ് ടു ബി ക്വയറ്റ്. അതൊരു ചോയ്സ് ആയിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് അത് ഓണപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കാനോ രണ്ട് ഭാഗത്തിലുണ്ടായിരുന്നു. എന്നോട് ഈ ചോദ്യം ചോദിച്ച ജേർണലിസ്റ്റ് എന്ന് പറയുന്നില്ല, പുള്ളി ഒരു എന്താ പറയണ്ടത്, ഞാനതാ അവിടെ ഈ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് ചിലപ്പോൾ അതൊരു മോശം കാര്യമാവാം. കാരണം നേരത്തെ കെ പറഞ്ഞ പോലെയാണ്, ഇവരെല്ലാവരും ഒരുപാട് പഠിച്ചല്ലെങ്കിൽ അവർ അതിന്റെ ഒരു ധാർമ്മികത മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെന്നുള്ളതും ഇത് ലൈവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണാനുണ്ട് എന്നുള്ളതുമായിട്ടുള്ള ധാരണയിൽ മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതെല്ലാം. ഇൻഫാക്ട് ഞാനും പഠിച്ചത് ജേർണലിസം ആയിരുന്നു. എനിക്കൊരു ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ച് പഠിച്ച ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഡിസ്ഗ്രേസ് ആണ് അങ്ങനത്തെ ആൾക്കാർ. ആൻഡ് ഈവൻ ഇൻ ദ പ്രസ് മീറ്റ് ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ജനറലൈസിങ്. കഷ്ടപ്പെട്ട് ഇതിന് പണിയെടുക്കുന്ന ആൾക്കാരെ ഞാൻ മോശമായിട്ടല്ല പറയുന്നത്, പക്ഷെ ഇങ്ങനത്തെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള പോലത്തെ ഒരു ഡിസ്ഗ്രേസ് പോലത്തെയാണ്. ബട്ട് ദ ഫാക്ട് ദാറ്റ് നോബഡി സ്റ്റോപ്ഡ് ഇറ്റ്. ആ പുള്ളിക്ക് എന്ത് അർഹതയായിരുന്നു ഉണ്ടായിരുന്നത്? ആ മുറിയിൽ ഹി ഡിഡ്ന്റ് ഡിസേർവ് എ പ്ലേസ് ദർ. ഹി ഷുഡ് ഹാവ് ബീൻ കിക്ക്ഡ് ഔട്ട് ഓഫ് ദാറ്റ് റൂം എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. ഞാൻ പുള്ളിയുടെ ചോദ്യം ഒരു വിഡ്ഢിത്തരമായിരുന്നു എന്ന് പറഞ്ഞത് പുള്ളിയുടെ മേൽ ഈഗോ. സോ ഐ ഫീൽ ലൈക്ക് വി ഓൾ ടേക്ക് ഇറ്റ് ടു പേഴ്സണലി. അറ്റ് ദി എൻഡ് ആ ചോദ്യം ഒരു റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റെ സിനിമയെ പറ്റിയോ എൻ്റെ കഥാപാത്രത്തിനെ പറ്റിയോ ഞാൻ ചെയ്ത കഷ്ടപ്പെട്ട വർക്കിനെ ഇത് ചെയ്യാനാണ്. ആൻഡ് ദർ ഇസ് എ എൻടൈറ്റിൽഡ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ചില പ്രസ് വർക്കേഴ്സിന്. ഞങ്ങൾ നിങ്ങളുടെ പടത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന അതിനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇൻഫാക്ട് ആ ഹീറോ എൻ്റെ കൂടെ അഭിനയിച്ച പയ്യൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ എല്ലാവരെയും ഒന്ന് കാമാക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന്, നിന്റെ ഫസ്റ്റ് പടമല്ലേ അടങ്ങ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ബട്ട് ഇസ്ന്റ് ഇറ്റ് എ കോ എക്സിസ്റ്റൻസ് അല്ലേ? നമ്മൾ മീഡിയ ആൻഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് കോ എക്സിസ്റ്റന്റ്. നോബഡി ഈസ് ഡൂയിങ് ഈച്ച് അതർ എനി ഫേവർ. ഇത് തന്നെയാണല്ലോ ഇന്നിപ്പോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. ഇന്നിപ്പോ നമ്മൾ നമ്മൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച രണ്ടുപേരും നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് പറയുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേതാണ് കറക്റ്റ് ഒരു വഴി. മിഥുനെ, ഇതിനകത്ത് ജയശങ്കർജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 85 ലക്ഷം കേബിൾ വീടുകളുണ്ട് കേരളത്തിൽ. അവിടെയൊക്കെ ടെലിവിഷനുണ്ട്, അതുകൂടാതെ DTH ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു അപകടം എന്താണെന്നറിയാമോ? ഇപ്പം ഞാനിപ്പം നാളെ സന്തോഷ് ജോർജ് കുളങ്ങര കുറേ തെളിവുകൾ നിരത്തി ഇങ്ങനെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല, അയാളെ വെടിവെച്ച് കൊല്ലേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയാമെന്ന് വെച്ചു. ഞാൻ കുറേ തെളിവുകൾ നിരത്തുന്നുണ്ട്, ഇങ്ങനെ കേരളത്തെ അപമാനിക്കുന്നുണ്ട്, പല രീതിയിൽ ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും മിഥുൻ. പക്ഷേ മിഥുൻ ഒരിക്കലും ഒരു അഭിപ്രായം പറയാൻ തയ്യാറാവത്തില്ല. നമ്മളതിനകത്ത് ഇടപെട്ട നമ്മളെയും കൂടെ അവർ പൊരിച്ചു കളയും എന്ന് വിചാരിച്ച ആൾ. പണ്ടങ്ങനല്ല, ഒരു ടെലിവിഷൻ ചാനൽ ഒരു കാര്യം പറഞ്ഞാലും ശരി, മറ്റൊരു ടെലിവിഷൻ ചാനൽ ചിലപ്പം വേറെ വാർത്തകൾ കൊണ്ടുവന്ന് വരും. അതിപ്പം നടക്കുന്നില്ലെന്നുള്ള. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്തിടെ എനിക്ക് വളരെ നേരിട്ട് ഞാൻ വേറൊരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസ്ഥാനത്ത് ഒരു SP-യുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ പുള്ളിയാണ് ആ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാർത്താമുറിയിൽ തന്നെ ഈ SP ക്കെതിരായിട്ട് വാർത്ത വന്നു. അപ്പോൾ വാർത്ത ഞാൻ തന്നെ വായിക്കുവാ നിന്ന് ഈ SP-യെക്കുറിച്ച്. അപ്പോൾ ഞാനങ്ങ് വായിച്ചു പോയി. പിന്നെ എനിക്ക് ഈ SP-യുടെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനങ്ങ് വായിച്ച് തീർത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ വാർത്ത അയച്ച റിപ്പോർട്ടറെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്ക് ഈ മനുഷ്യനെ അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ലേ, വാർത്ത കിട്ടിയത് അത് അവിടെ നിന്ന് തന്നെ വേറെ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താ. എൻ്റെ കൗണ്ടർ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ തന്നെ, അപ്പോൾ അവർ കൊടുത്താ. അപ്പം ഞാൻ പറഞ്ഞു, നീ ചെയ്യുന്ന അപരാധം എന്താണെന്നറിയാമോ? അതായത് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്നൊരു നീതിബോധമുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയറത്ത് വീഴ്ത്തുക നീ. എന്നുവെച്ചാൽ അങ്ങേര് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അങ്ങേര് വെറുതെ ആലോചിച്ചു. അങ്ങനെ ടെൻഷനായി, ഈ ഒരു വാർത്ത കൊടുത്ത് അങ്ങനെ ടെൻഷനാക്കി. അപ്പോൾ ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആ വാർത്ത വലിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനും വായിക്കേണ്ടി വന്നുപോയി, സോറി, എനിക്കറിയാം നിങ്ങളതൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയണേ, ഞാനിതൊക്കെ ജയശങ്കർ പറഞ്ഞ പോലെ ടെലിവിഷൻ കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞു. ഇതൊന്നും കാണാതിരിക്കുന്നതുകൊണ്ട് എൻ്റെ സമാധാനം പോകുന്നില്ല, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയാൽ ഉറക്കം വരത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ മലയാളത്തിൽ ഞാൻ കണ്ടതിലേക്ക് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഉദാഹരണം, സിനിമാ നടൻ മുരളി മരിച്ചു. പ്രമുഖ നാടക സിനിമാ നടൻ മുരളി ബ്രാക്കറ്റിൽ 55 അന്തരിച്ചു. കരൾ രോഗ സംബന്ധമായി ചികിത്സയിലായിരുന്നു. അത്രയുള്ള വാർത്ത നമ്മുടെ നേരത്തെ അറിയിക്കുന്ന പത്രത്തിൻ്റെ ഓൺലൈനിൽ വന്നാണ്. ഫോട്ടോയും ഉണ്ട്. ഫോട്ടോ ആരാന്നറിയോ? കരുണാകരൻ്റെ മകൻ മുരളി. എങ്ങനെയുണ്ട്? അത്ര വലിയ തെറ്റ് ആർക്കെങ്കിലും വരുത്താൻ പറ്റുമോ? സോഷ്യൽ മീഡിയ ബെറ്റർ ആണ്. അല്ല, അതാ ഞാൻ പറഞ്ഞു വരാൻ കാര്യം എന്ന് വെച്ചാൽ
ചാനലുകൾക്ക് ഇത്രയും തെറ്റ് പറ്റുമ്പോ ഈ ചാനലൊക്കെ വളർന്നു വരുന്ന അതാണ് കറക്റ്റ്. നമ്മളെ പോലെയുള്ളവർക്ക് ഇപ്പൊ ഞാൻ തെറ്റ് പറയാൻ പറ്റുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ ധാർമ്മികത, മൂല്യം, ഇതൊന്നും ഇപ്പൊ ഈ പറഞ്ഞതിലൊന്നുമില്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു 10 വർഷം മുന്നേ വരെ സ്ഥിരമായി, അല്ലെങ്കിൽ ഒരു 8 വർഷം മുന്നേ വരെ അച്ഛൻ ന്യൂസ് ചാനൽ കാണുന്ന കൂടെ ഇരുന്ന് കണ്ടിരുന്ന ആളാണ്. അപ്പോൾ അഡ്വക്കേറ്റ് സാറിൻ്റെയൊക്കെ ഞങ്ങള് ഒരിഞ്ഞ പോരാട്ടങ്ങളാണ് രാത്രി. അപ്പം ഇതൊക്കെ കണ്ടിട്ടുള്ള അന്നത്തെ യുവജനതയായ ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം യൂട്യൂബൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്കും സാറിനെ പോലെ സംസാരിക്കണം, പ്രതികരിക്കണം തോന്നിയിട്ട് ഞാൻ യൂട്യൂബിൻ്റെ കാലത്ത് ഇതേപോലൊരു ചാനൽ തുടങ്ങിയിട്ട് പുലഭ്യം തെറി വിളിക്കുക ഒരുത്തിന് എന്ത് തെറ്റ് പറയാൻ പറ്റും? ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ടെലിവിഷന്റെ കാലത്ത് ആ കാലത്തുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമുക്കിങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റും. മറ്റേത് എണ്ണാനേ പറ്റില്ല എന്നുള്ളതാണ് ഈ വ്യത്യാസം. ദിവസവും പക്ഷേ നമ്മൾക്ക് ചിലപ്പോ ഇവരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തി ചിലപ്പോ മകനെ നീ ഇത് ചേരുന്ന പറഞ്ഞാൽ ചിലപ്പോ അവര് മാറി. ഈ ഞാന് ഇപ്പൊ ഇതിൽ ശരികളാണ് എണ്ണി പറയാൻ പറ്റുന്നത്. അതെ അതെ, സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പ്രയോജനം കിട്ടിയ ഒരാൾ ഞാനാ. ശ്രീകണ്ഠൻ നായർ സാറിനെ ടെലിവിഷൻ്റെ പ്രതിഭ എന്ന നിലയിൽ മലയാളി എല്ലാവരും അറിയാം. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയുടെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ആളുകളുടെ അടുത്ത് അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ ആളുകൾ എൻ്റെ ശബ്ദമോ എൻ്റെ വാക്കുകളോ എൻ്റെ ആശയങ്ങളോ കേട്ടത് മുഴുവൻ എനിക്ക് തോന്നുന്നു ടെലിവിഷനല്ല, സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഒരു സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ടാകുമായിരുന്നില്ല, ഉറപ്പാ. ശ്രീകണ്ഠൻ സാർ പറഞ്ഞു കോവിഡ് കാലത്താണ് ഇത് വളർന്നതെന്ന്. അതല്ല സത്യം. കോവിഡ് കാലത്ത് അത് വളർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ BSNL നിന്ന് ജിയോയിലേക്ക് ടെക്നോളജി മാറി അന്ന് മുതലാണ് ഇത് മാറിയത്. ഇന്റർനെറ്റ് മര്യാദയ്ക്ക് ഫോണിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ, ഇന്റർനെറ്റിന് സ്പീഡ് ഉണ്ടായപ്പോൾ മനുഷ്യൻ കാണാൻ തുടങ്ങി. അതായത് ഈ അംബാനിയെ നമ്മൾ കാലത്ത് വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ചെയ്ത് ഹോമിയോ മരുന്ന് കഴിക്കണ പോലെ ചീത്ത പറഞ്ഞാലും ഇല്ലേ, മുതലാളിയെ കൊണ്ട് ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ വിശാലമായൊരു വിഷയമാണ്. കാരണം ഇവിടെ തീരില്ല. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. ആ തീരുമാനം എന്ന് പറയുന്നത് ഈ AI വ്യാജ വീഡിയോ, ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ വരുന്ന അതാത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരത് തടയണം. ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. റെഗുലേഷൻ വന്നാൽ മാത്രമേ അതിലൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ നമുക്ക് അത് തന്നെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാനും പറയേണ്ടത്. അത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് നോംസ് ഒക്കെ വന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമ നടപടികൾ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുള്ളൂ, അത് നിർത്താൻ പറ്റുള്ളൂ. ഏതായാലും വളരെയധികം സന്തോഷം. എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്ത് നേരത്തെ കേക്കെ പറഞ്ഞ പോലെ ഇത് തീരാത്തൊരു വിഷയമാണ്. അതെ അതെ. പക്ഷെ അപ്പോഴും നമ്മൾ വളരെ സന്തോഷമായിട്ടത് അവസാനിപ്പിക്കുകയല്ല. ഈ ചർച്ച കഴിഞ്ഞ് നമ്മൾ അവാർഡിലോട്ട് കടക്കുമ്പോൾ പറയാം അഭിമാനപൂർവ്വം, ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന 40 പേരും, നിങ്ങൾ 2 പേരും ഉൾപ്പെടെയുള്ള 40 പേരും വളരെ കൃത്യമായി ആ മാധ്യമം ഉപയോഗിക്കുകയും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ അത് കൊണ്ടുപോവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്, മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെയൊക്കെ ഇന്ന് അംഗീകരിക്കാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക്സ് ലോട്ട് എവരിവൺ. താങ്ക് യു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെയധികം നന്ദി. ഒപ്പം നമുക്ക് സാറിൻ്റെ ആ വാക്കിൽ തന്നെ നിർത്താം. നെഗറ്റീവിനല്ല, പോസിറ്റീവിന് തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. താങ്ക്സ് ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.